അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് വൈകുന്നേരം നമ്മുടെ ഉസ്മാൻ ഹാജി ഷാജഹാനിക്കായെ ഫോൺ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ ഷാജഹാനിക്ക ലൈലാത്തയോട് പറഞ്ഞു, ഉസ്മാൻ ഹാജി ആയിരിക്കും. പറഞ്ഞതുപോലെ തന്നെ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഉസ്മാൻ ഹാജിയുടെ പേര് തെളിഞ്ഞു. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും. തിരിച്ച് നമ്മുടെ ഉസ്മാൻ ഹാജി സലാം അടക്കി. വഅലൈക്കും അസ്സലാം. എന്തൊക്കെ ഷാജഹാനെ വിശേഷങ്ങൾ? അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാ, സുഖമായിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഇങ്ങോട്ട് വിളിയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാമെന്ന് കരുതിയത്. എന്നിട്ട് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ ആ കാര്യം ചർച്ച ചെയ്തിരുന്നു. ആ കുട്ടിയോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് എൻ്റെ 2 പെൺമക്കളും ഭാര്യയും ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അവർക്ക് എൻ്റെ മകൻ ഫായിസിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. കാരണം അവളെ ഞങ്ങൾ എല്ലാവരും അത്രയധികം സ്നേഹിക്കുന്നു. അവർ ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും വരട്ടെ, സമയമാവുമ്പോൾ അവതരിപ്പിക്കാം എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് ഇങ്ങനെയൊരു കല്യാണാലോചന വന്നപ്പോൾ, ആ വിഷയം എടുത്തിട്ടപ്പോൾ, ആ സമയത്താണ് അവർ ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞത്. എനിക്കും എൻ്റെ ഭാര്യ ലൈലാക്കും ഇത് കുറച്ചു മുൻപ് തന്നെ തോന്നിയിരുന്നു. പക്ഷേ ഇന്നത്തെ മക്കളല്ലേ, അവർക്കും കൂടി താല്പര്യമുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു കല്യാണാലോചനയുടെ വിഷയം എടുത്തിട്ടപ്പോഴാണ് അവരുടെ ഉള്ളിലെ ആ ആഗ്രഹം അവർ പറഞ്ഞത്. മക്കൾക്കും മോൻക്കും ആ കുട്ടിക്കും എല്ലാം ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കും എതിർപ്പൊന്നുമില്ല, ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. കാരണം ആ കുട്ടിയെ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പറഞ്ഞ് അയക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അത്രയധികം അവളെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. തിരിച്ച് അവളും അതുപോലെ തന്നെ ആ സ്നേഹം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും അവൾ ഞങ്ങളുടെ കൂടെ കാണാനാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉസ്മാൻ ഹാജി പറഞ്ഞു, ആ ഷാജഹാനെ, കുഴപ്പമില്ല. ഒരു കല്യാണ കാര്യമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഇഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ തന്നെയല്ലേ നടക്കുകയുള്ളൂ. ഇതെല്ലാം നാട്ടിൽ പതിവാണല്ലോ. കുഴപ്പമില്ല, ഞാൻ എൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്നാൽ ശരി, ഓക്കെ, അസ്സലാമലൈക്കും, നാളെ കടയിൽ വെച്ച് കാണാം എന്ന് മക്കളോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ നൗഫലും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നൗഫലിനും അതുപോലെ തന്നെ അവൻ്റെ ഉമ്മാക്കും തോന്നിയിരുന്നു ഈ കല്യാണം നടക്കില്ല എന്ന്. എന്നാലും ചെറിയൊരു പ്രതീക്ഷ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു, ഉപ്പ, എന്താണ് അവർ പറഞ്ഞത് എന്ന്. അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. അവൾ നല്ല കുട്ടിയാണ്. എങ്കിലും ഉപ്പാൻ്റെ കുട്ടിക്ക് അവളേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവളെ നമ്മുടെ ഷാജഹാൻ്റെ മകൻ ഫായിസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് അവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ആഗ്രഹം. ആ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിക്കും അതാണ് സമ്മതമെന്നാണ് പറഞ്ഞത്. സാരമില്ല, പോട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ നല്ല കുട്ടികൾ ഉണ്ടാവും, നമുക്ക് അന്വേഷിക്കാം. നിനക്ക് കൂടുതൽ വയസ്സായിട്ടൊന്നുമില്ലല്ലോ, ധൃതിയൊന്നുമില്ലല്ലോ, സാവകാശം നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നൗഫലിൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് വിഷമിച്ചു. എങ്കിലും സാരമില്ല, പടച്ചവൻ വിധിച്ചതല്ലേ നടക്കൂ. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും പടച്ചവൻ്റെ വിധി മറ്റൊന്നാണെങ്കിൽ അങ്ങനെയല്ലേ സംഭവിക്കൂ എന്നെല്ലാം വിചാരിച്ചു കൊണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ തന്നെ ഷാജഹാനിക്കയും ഭാര്യയും രാവിലെ
നിസ്കാരമെല്ലാം കഴിഞ്ഞ് കടയിലേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ നമ്മുടെ സുമിയും ഫായിസും അവരുടെ കടയിലേക്കും പോയി. ഷാജഹാനിക്കാടെ കൂടെ ലൈലാത്തായുടെയും കൂടെ നമ്മുടെ നൂറായിനും ഷെയ്ബായും ഉണ്ട് കേട്ടോ. അവരും ആദ്യത്തെ കടയിലേക്കാണ് പോയത്. ഫായിസും നമ്മുടെ സുമിയുമാണല്ലോ പുതിയ കടയിലെ കാര്യങ്ങൾ നോക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ നൗഫലിനെയും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയെയും കണ്ടപ്പോൾ നമ്മുടെ സുമിക്ക് ചെറിയൊരു ചമ്മൽ തോന്നി. അവളിങ്ങനെ സാധാരണ നമ്മൾ കാണുന്നത് പോലെയല്ലല്ലോ, ഇങ്ങനെ ഒരു വിഷയമൊക്കെ ഇന്നലെ ഉണ്ടായത് കൊണ്ട് തന്നെ അവളിങ്ങനെ മടിച്ച് പിന്നിലേക്ക് നിന്നു. അപ്പോൾ നമ്മുടെ ഉസ്മാൻ ഹാജി പറഞ്ഞു, മോളെ എന്താ ഒരു മടി? ഇന്നലത്തെ ആ ഒരു വിഷയം കൊണ്ടാണോ? അത് സാരമില്ല, അത് പോട്ടെ. അത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായപ്പോൾ ഒന്ന് ആലോചിച്ചു എന്നുള്ളൂ. ആ വിഷയം വിട്. അത് നിനക്ക് വിധിച്ചത് അവിടെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നൗഫലും അവളോട് അങ്ങനെയുള്ളൊരു മുഖത്തുള്ള ഒരു ഭാവഭേദമൊന്നും കാട്ടാതെ സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിൽ ആശ്വാസമായി. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും നീരസമുണ്ടാകുമോ മനസ്സിലെന്നെല്ലാം ആലോചിച്ചിട്ട് അവൾക്കൊരു ബേജാറായിരുന്നു. അങ്ങനെ കടയിലെ തിരക്കൊക്കെ ഏകദേശം ഒഴിഞ്ഞപ്പോൾ അവൾ ഫായിസിനോട് പറഞ്ഞു, എന്നാൽ ഇനി നമുക്ക് ഉമ്മായുടെയും ഉപ്പാൻ്റെയും അടുത്തൊന്ന് പോയി വന്നാലോ? ആദ്യം നമ്മുടെ അബൂബക്കറിക്കാനെ പോയി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരണം. ആ സമയത്ത് നമ്മുടെ ഐഷുമ്മയുടെ അടുത്തും പോകണം. അതാണ് നമ്മുടെ സുമയുടെ പ്ലാനിങ്. അബൂബക്കറിക്കാക്ക് ഇപ്പോൾ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ എക്സസൈസും മെഡിസിനും യോഗയും ഒക്കെ കൊണ്ട് അത്യാവശ്യം നല്ല മാറ്റമൊക്കെ ഉണ്ട്. അദ്ദേഹം ചെറുതായി കാലൊക്കെ ഇങ്ങനെ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ രണ്ടു നേരവും ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതുവഴി നടപ്പാത പോലൊരു സ്ഥലമുണ്ട് പേഷ്യൻസുകൾക്ക് നൽകാൻ. കാരണം അവിടെ അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗാർഡൻ പോലെ അവർ നടക്കാനും എല്ലാം സെറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് അതുവഴി ഇങ്ങനെ നടക്കാറുണ്ട്. നമ്മുടെ സുമിയായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നടത്താറുള്ളത്. നടക്കുന്ന സമയത്ത് അദ്ദേഹം അവളോട് വീട്ടിലെ കുശലാന്വേഷണങ്ങളെല്ലാം അദ്ദേഹം അന്വേഷിക്കും. അപ്പോൾ നമ്മുടെ സുമി പുതിയ പുതിയ വിവരങ്ങൾ, കടയിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തോട് പറയും. അതുപോലെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ജുമാനെയാണ് ഉപ്പായെ നടത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ പോയാൽ അദ്ദേഹം വൈകാതെ തന്നെ ഇതിൻ്റെയൊന്നും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അന്ന് സുമിയുടെ കൈയും പിടിച്ച് നടക്കുന്നതിനിടയിൽ അബൂബക്കറിക്ക അവളോട് ചോദിച്ചു, മോളെ കേൾക്കട്ടെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റൽ ഒഴിവായിരുന്നല്ലോ, അതുകൊണ്ട് മോളെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് 2 ദിവസത്തെ വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പ എല്ലാം സുഖമായിരിക്കുന്നു. ഒരു പുതിയ വിശേഷമുണ്ട്. ഉപ്പായെ നേരിൽ കാണുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഞാൻ കരുതിയത്. ഉപ്പ, നമ്മുടെ പുതിയ കടയുടെ പാർട്ണറിൻ്റെ മോനുമായി ഒരു കല്യാണാലോചന വന്നിരുന്നു. ഉപ്പയും ഉമ്മയും വീട്ടിൽ ആ കാര്യം അവതരിപ്പിച്ചപ്പോഴാണ് ഷാജഹാനിക്കാൻ്റെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് അവനും അവൻ്റെ വീട്ടുകാരും എല്ലാവരും പറയുന്നത്. എനിക്ക് ഉപ്പ അതാണിഷ്ടം. കാരണം എനിക്ക് ഇങ്ങനെയൊരു പുതിയ ജീവിതം തന്നത് അവരാണ്. അന്ന് ഞാൻ ചെന്നപ്പോൾ എന്നെ അവർ സ്വീകരിച്ചിരുന്നില്ലെങ്കിലോ എന്തായിരിക്കും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എനിക്കവരോട് നന്ദികേട് കാണിക്കാൻ കഴിയില്ല. പിന്നെ അവിടെയുള്ള ഒരു സന്തോഷം എനിക്ക് വേറെ എവിടെയും പോയാൽ കിട്ടില്ല ഉപ്പ. പിന്നെ ഉപ്പാൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനല്ലേ, അതുകൊണ്ട് തന്നെ ഉപ്പാക്കും അറിയാലോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പരസ്പരം അറിയുന്ന ഒരു കാര്യമാകുമ്പോൾ അതല്ലേ നല്ലത്. കാരണം ഒരിക്കൽ തന്നെ എൻ്റെ ജീവിതം ഒരു പരീക്ഷണത്തിന് വിധേയമായതാണ്. ഇനി ഒരിക്കൽ കൂടി എനിക്ക് അത് അനുഭവിക്കാൻ വയ്യ ഉപ്പ. അതുകൊണ്ട് തന്നെ എനിക്കും അതാണ് താല്പര്യം.
ഇതെല്ലാം കേട്ടപ്പോൾ അബൂബക്കറിക്കാക്ക് സന്തോഷം കൊണ്ട് കണ്ണി നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതേ മോളെ, നിനക്ക് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് പടച്ചവൻ ഏറ്റവും നല്ല ഹൈറായ ഒരു ബന്ധമാണ് ഇപ്പോൾ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഉപ്പാൻ്റെ കുട്ടി അത് തന്നെ തിരഞ്ഞെടുത്തത് വളരെ നന്നായി. ഇല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു നന്ദി കേടാവും. കാരണം എൻ്റെ പ്രിയ സുഹൃത്താണവൻ. അവൻ നിന്നെ സ്വീകരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ തുടർന്നും മുൻപോട്ടുള്ള ജീവിതവും അവിടെ തന്നെ നീ ആണ് എന്നറിയുമ്പോൾ പിന്നെ എനിക്ക് മരിച്ചാലും ആ മരിക്കുന്നിടത്ത് ഒരു സമാധാനമുണ്ടാവും മോളെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സുമിക്കും സന്തോഷമായി. അവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ ജുമാനയോടും അവൾ വിവരം പറഞ്ഞു. അവരുടെ എല്ലാ സമ്മതം വാങ്ങിയാണ് അന്ന് അവൾ വീട്ടിലേക്ക് പോയത്. ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നതിന് മുൻപ് അവൾ നമ്മുടെ ഐഷുമ്മയുടെ അടുത്ത് ചെന്നു. ഐഷുമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്കിപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുവാനും അതുപോലെ തന്നെ കൈ അനക്കുവാനും കാലനക്കുവാനും സംസാരിക്കാൻ മാത്രം കഴിയില്ല എന്നുള്ളൂ. അവർക്കിപ്പോൾ ഏകദേശം ഒരുവിധം ഇങ്ങനെ ഭേദമായി വരുന്നുണ്ട്. ഐഷുമ്മാനെ ഇപ്പോൾ ഒരു റൂമിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സുമി രാവിലെ വന്നു കഴിഞ്ഞാൽ അവളുടെ കടയിലെ തിരക്കൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിയോടെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി അവരെ കുളിപ്പിച്ച് അവരുടെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി നഖം വെട്ടുന്ന സമയമാണെങ്കിൽ നഖമെല്ലാം വെട്ടി അങ്ങനെയെല്ലാം അവരെ വളരെ വൃത്തിയാക്കി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോകാറുള്ളത്. രാത്രിക്കാണെങ്കിൽ അവരുടെ കൂട്ടിന് അവിടെ അടുത്തുള്ള തന്നെ ഒരു ഇത്തായെ വിളിച്ച് അവൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കടയിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. അവൾ പറഞ്ഞത്, ഉമ്മാനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം, രാത്രി കുറച്ച് സമയമല്ലേ, പകൽ ഞാനുണ്ടല്ലോ, പകലിൽ നിന്നും ഞാൻ വരും, ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, രാത്രിക്കൊരു കൂട്ടിനല്ലേ, അതിന് നിങ്ങൾക്ക് ഞാൻ മാസം എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം എന്ന് അവൾ പറഞ്ഞു. ഷാജഹാനിക്കാരുടെയും അവരുടെ വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് കേട്ടോ നമ്മുടെ സുമി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അങ്ങനെ നല്ല പരിചരണവും നല്ല ചികിത്സയും കിട്ടുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഐഷുമ്മായ്ക്ക് ഇങ്ങനെ നല്ല മാറ്റം വരുന്നുണ്ട്. അവർ ഇപ്പോൾ പഴയ പോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുഖമെല്ലാം നല്ല ഓജസ്സും തേജസ്സും വന്ന് അതുപോലെ തന്നെ നല്ല വൃത്തിയും വെടുപ്പുമായി ആദ്യമുണ്ടായിരുന്ന എല്ലും തോലുമായ ശുഷ്കിച്ച ശരീരമൊക്കെ ഇപ്പോൾ പുഷ്ടിപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുമ്പോൾ നമ്മുടെ സുമി നല്ല ഫ്രൂട്ട്സും അതുപോലെ തന്നെ നല്ല ജ്യൂസുമെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ അവൾക്കറിയാം. കാരണം 1.5 വർഷത്തോളം അവിടെ നിന്നപ്പോൾ അവളെ കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയിരുന്ന പ്രത്യേക സാധനങ്ങളുണ്ട്. അതെല്ലാം അവൾക്ക് അറിയാം, കാണാപാഠമാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി അവൾ കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഐഷുമ്മാൻ്റെ മനസ്സിങ്ങനെ കുറ്റബോധം കൊണ്ട് നീറിപ്പോവുകയും അങ്ങനെ അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് ആയപ്പോൾ ഒരു ദിവസം നമ്മുടെ സുമി അവരോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന വീടില്ലേ, അവിടുത്തെ മോനുമായി എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഐഷുമ്മാൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. അവർ കൈകൊണ്ട് അവളുടെ മൂർധാവിൽ ഇങ്ങനെ വെച്ചു ഒരു മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുന്നത് പോലെ. കാരണം അവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, എന്നാലും അവർ കൈയും കാലൊക്കെ ഇപ്പോൾ അനക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ മൂർധാവിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ ചെയ്തു. എങ്കിലും അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം ഇനി ഒരിക്കലും അവളെ തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അവർ ആദ്യം വിചാരിച്ചിരുന്നത് അവരുടെ അസുഖമെല്ലാം മാറി വീട്ടിൽ ചെന്നാൽ മുനീറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ റഹീമയെ മൊഴി ചൊല്ലിച്ച് നമ്മുടെ സുമിയെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അവളുടെ കൈയും കാലും പിടിച്ചിട്ടായാലും വേണ്ടില്ല, അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഇത്രയും നല്ല ഒരു മരുമകളെ ഇനി
തങ്ങൾക്ക് കിട്ടില്ല, തനിക്കും തൻ്റെ മകനും കിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് വീട്ടിലെത്താനായാൽ അവനെ വിളിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞ് ആ മാരണത്തെ അവൻ്റെ തലയിൽ നിന്നും ഒഴിവാക്കി തൻ്റെ പൊന്നുമോളായ തൻ്റെ ആദ്യ മരുമകളായ സുമയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു നമ്മുടെ ഐഷുമ്മ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു വാർത്ത കേട്ടതും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിയന്ത്രണം വിട്ട് അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ സുമിക്കും ആകെ സങ്കടമായി. അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾ പറഞ്ഞു, ഉമ്മ വിഷമിക്കേണ്ട, ഞാൻ അവിടെയാണെങ്കിലും ഉമ്മാനെ എപ്പോഴും എൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മായുടെ അസുഖമെല്ലാം മാറി വീട്ടിൽ പോയാലും ഞാൻ ഉമ്മായെ കാണാൻ എപ്പോഴും വരും. ഉമ്മ എന്നും എൻ്റെ ഉമ്മയായിരിക്കും എന്നെല്ലാം അവൾ പറഞ്ഞപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം തോന്നി. എങ്കിലും ഓർക്കുന്തോറും അവർക്ക് ഇങ്ങനെ സങ്കടം ഇരട്ടിയായി വന്നു. കാരണം ഇങ്ങനെയൊരു മാണിക്കക്കല്ലിനെയാണല്ലോ താൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? അത് മറ്റൊരു കുടുംബത്തിന് അനുഭവിക്കാനായിരിക്കും യോഗം. താനായിട്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും നല്ലൊരു ഭാവി ജീവിതമുണ്ടായിരുന്നത് നശിപ്പിച്ചു. തൻ്റെ മോൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും ഇടയിൽപ്പെട്ട് തൻ്റെ മോനിപ്പോൾ ആകെ നരയിക്കുന്നുണ്ടാവും എന്നെല്ലാം അവർ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടു. ഇതേ സമയം നമ്മുടെ മുനീറും അതുപോലെ തന്നെ റഹീമയും വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ റഹീമക്ക് ചെറുതായിട്ട് ഇങ്ങനെ തല ചുറ്റുന്നത്. അവൾ പറഞ്ഞു, മുനീർ, എനിക്കെന്തോ വല്ലാതെ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അപ്പോൾ മുനീർ പറഞ്ഞു, എങ്കിൽ ഞാൻ വേഗം ഡ്രസ്സ് ചെയ്യാം, നീയും വേഗം ഡ്രസ്സ് ചെയ്യ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. അതിനിടയിൽ നമ്മുടെ റഹീമക്ക് പെട്ടെന്ന് ഛർദിയും വന്നു. അവൾ ഓടിപ്പോയി വാഷ് ബേസിൽ ഛർദിക്കുകയും ചെയ്തു. ഒരു മഞ്ഞ കളറിൽ ഒരു കൊഴുത്ത വെള്ളം. അത് കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ സംശയമായി. കാരണം 3-4 ദിവസമായി അവൾക്ക് പീരീഡ്സും തെറ്റിയിട്ട്. അവൾ വിചാരിച്ചു, പടച്ചവനെ പണി പറ്റിച്ചോ എന്നെല്ലാം വിചാരിച്ചു. കാരണം അവൾക്ക് കറക്റ്റ് ദിവസം തന്നെ പീരീഡ്സ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ 3-5 ദിവസമായി തെറ്റിയപ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അവളിങ്ങനെ തലയിന്മേൽ കൈവച്ച് കട്ടിലിൽ വന്നിരുന്നു. എന്നിട്ട് നമ്മുടെ മുനീറിനോട് പറഞ്ഞു, മുനീർ, എനിക്കൊരു സംശയമുണ്ട്. 3-4 ദിവസമായി എൻ്റെ കുളി തെറ്റിയിട്ട് ഇപ്പോൾ എനിക്കാകെ ഒരു തല ചുറ്റുന്നത് പോലെ ഛർദിക്കുകയും ചെയ്തില്ലേ? നീ ഒരു ഉപ്പയും ഞാനൊരു ഉമ്മയുമാകാൻ പോകുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്താത്തമാരൊക്കെ കാണിച്ചിരുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ സഫീന, സിറ്റി ഹോസ്പിറ്റലിലാണ്. നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ മുനീർ പറഞ്ഞു, അങ്ങനെയായാൽ അൽഹംദുലില്ലാ, ഞാനൊരു ഉപ്പയും നീയൊരു ഉമ്മയും ആവുകയാണെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷം. നമ്മുടെ ഇപ്പോഴത്തെ ഈ സങ്കടത്തിലേക്ക് ആ ഒരു കുഞ്ഞ് വന്നാൽ നമ്മുടെ എല്ലാ സങ്കടവും മാറി സന്തോഷമായും. എന്തായാലും നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം, വേഗം ഡ്രസ്സ് മാറി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നവൻ അവളോട് പറഞ്ഞു.